ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KSRTC പെൻഷൻകാരോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് RTC പെൻഷനേഴ്സ് ഫോറം മലബാർ മേഖല. പെൻഷൻകാർക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് കൂട്ടായ്മ നടത്തി. KSRTC പെൻഷൻകാരോടുള്ള അവഗണനയ്ക്കെതിരെ RTC പെൻഷനേഴ്സ് ഫോറം മലബാർ മേഖലാ കമ്മിറ്റി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ പ്രകടനത്തോടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 15 വർഷമായി പരിഷ്കരിക്കാതെ കിടക്കുന്ന പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും വിരമിച്ചവർക്കുള്ള അവകാശങ്ങൾ നൽകാത്തതിലും വിരമിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും PF പോലും നൽകാത്തതിലും കൂട്ടായ്മ അപലപിച്ചു. മേഖലാ പ്രസിഡന്റ് EA ബഷീർ ചെറുവണ്ണൂർ അധ്യക്ഷം വഹിച്ച ചടങ്ങ് പത്രപ്രവർത്തകനും യൂട്യൂബറുമായ PC ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമായ ആവശ്യമാണ്. ഏതാണ്ട് 50,000-ൽ താഴെ പെൻഷൻകാർ മാത്രമാണുള്ളത്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പിരിയുമ്പോൾ കിട്ടേണ്ട പെൻഷൻ ആനുകൂല്യങ്ങളാണ്. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോർപ്പസ് ഫണ്ടൊക്കെ രൂപീകരിച്ചത്. കോടതി പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് അർഹമായ നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരാതെ ആ സമയത്ത് ഇവിടെ എന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ക്രിമിനലുകൾക്ക് ജയിലുകളിൽ കൂട്ടിയ വേതനത്തെക്കുറിച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. പ്രതിദിനം 63 രൂപ ശമ്പളം വാങ്ങി 63 രൂപ കൂലി വാങ്ങിയിരുന്ന ഒരു ക്രിമിനലിന് 530 രൂപയായിട്ടാണ് പിണറായി സർക്കാർ കൂട്ടിക്കൊടുത്തത്. 63-ൽ നിന്ന് 530-ലേക്ക്, 125-ൽ നിന്ന് 530-ലേക്ക്, വേറൊന്ന് 160-ൽ നിന്ന് 630-ലേക്ക്. 10 ഇരട്ടി കൂലി വർധന. ആർക്ക്? ജയിലിൽ കഴിയുന്ന ആൾക്കാർക്ക്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ നന്മ. രക്ഷാധികാരി PK ശ്രീനിവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി K ഭാസ്കരൻ സ്വാഗതവും സെക്രട്ടറി KA അജിതൻ നന്ദിയും പറഞ്ഞു. CK നാസർ, VP കുഞ്ഞു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ്